ഏകദേശം ഇതാ ഒരു മാസം മുന്നെയാണ് നമ്മൾ തായ്ലൻഡ് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നത്. ഒരു മാസം കഴിഞ്ഞതിന് ശേഷം ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങി. മെയ് 14 നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നേരെ എത്തിയിട്ടുള്ള റെയിൽവേ സ്റ്റേഷനിലേക്കാട്ടെ. നമുക്ക് കൊച്ചിയിൽ നിന്നാണ് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. പുലർച്ചെ 1:30 മണിക്കോ മറ്റായിരുന്നു 15-ാം തീയതി. അപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. എല്ലാവരും തന്നെ നല്ല എക്സൈറ്റഡ് ആണ്. എല്ലാവരുടെയും ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ്. ട്രെയിൻ 1 മണിക്കൂറോ മറ്റോ ലേറ്റ് ആയത് കാരണം അവിടെ കുറച്ച് നേരം പോസ്റ്റ് ആയി. അത് മാത്രമല്ല, ഞാൻ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ട്രെയിനിൽ കയറിയിട്ട്. പഠിച്ചതൊക്കെ നാട്ടിൽ തന്നെ ആയതുകൊണ്ട് അങ്ങനെ ട്രെയിനിൽ പോകേണ്ട പിന്നെ ഒരു അവസരം ഉണ്ടായിട്ടില്ല. ഫ്ലൈറ്റ് കയറുന്നതിനെക്കാട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ട്രെയിനിൽ പോകാലോ എന്ന് കരുതിയിട്ട്. ഇത് സ്ഥിരമായിട്ട് പോകുന്നവർക്ക് വലിയ കാര്യമായിട്ടും തോന്നൂല, പക്ഷെ എനിക്ക് വലിയ കാര്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല സന്ധ്യ സമയം ആയിട്ടുണ്ട്. അപ്പം മഴക്കാരെല്ലാം കൂടി ആയിട്ട് നല്ലൊരു വൈബ് ആയിരുന്നു കേട്ടോ. പുറത്തേക്ക് നോക്കുമ്പോൾ ഇതാണ് വൈഷ്ണേച്ചി. ഏട്ടൻ ത്രൂ ഞാൻ ചേച്ചിനെ പരിചയപ്പെടുന്നത്. ഏട്ടൻ്റെ ഫ്രണ്ടാണ്, ഇപ്പം എൻ്റെ ചേച്ചിയാണ്. ഇതാണ് വൈഷ്ണേച്ചിൻ്റെ കണ്ണേട്ടൻ, ചേച്ചിൻ്റെ ഹസ്ബൻഡ്. വെഡിങ് ആനിവേഴ്സറിക്ക് എനിക്ക് ഗിഫ്റ്റ് ആയി തന്ന ട്രിപ്പ് ആണെങ്കിൽ കൂടി അന്ന് എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായില്ല, ക്ലോസിങ് ആയതുകൊണ്ട്. അങ്ങനെ വൈഷ്ണേച്ചിയും ഫാമിലിയും പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു പിന്നെ നമ്മൾ ഈ ഡേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളിത് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് വേണം നമ്മൾ എയർപോർട്ടിലേക്ക് പോകാനായി. ഈ ഫാമിലി മാത്രമല്ല, വേറൊരു 4-5 ഫാമിലിയും കൂടെ നമുക്ക് അവിടുന്ന് എയർപോർട്ടിലേക്ക് എത്താന്നാണ് പറഞ്ഞിട്ടുള്ളത്. എയർപോർട്ടിന് തൊട്ടടുത്തുള്ള സൽക്കാരിൽ നിന്നായിരുന്നു നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ബാക്കിയുള്ളവരും കൂടെ വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. ഏട്ടൻ സത്യം പറഞ്ഞത് ടൂർ മാനേജറായിട്ടാണ് വരുന്നത്. സാന്റോറിയൻ്റെ ടൂർ മാനേജറായിട്ടാണ് വരുന്നത്. അങ്ങനെ എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗസ്റ്റിന് ഏട്ടൻ എല്ലാം കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഈ ട്രിപ്പിൽ നമ്മൾ അഗുമോനെ കൂട്ടിയിട്ടില്ല. സത്യം പറഞ്ഞാൽ അവനോട് ഞാൻ ഓഫീസിൽ ട്രെയിനിങ്ങിൽ പോകുന്നു. പിന്നെ അച്ഛൻ ഇതുപോലെ ഇടയ്ക്ക് പോകുന്നതിനോട് അച്ഛൻ പോകുന്ന ആൾക്ക് അറിയാം, ഓഫീസിൽ നിന്ന് ഇങ്ങനെ പോകാറുണ്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ ഞാൻ പോകുന്നതാണ് ആൾക്ക് സംശയം ഉണ്ടായിരുന്നത്. അങ്ങനെ ഏട്ടൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഞാൻ ഓഫീസിൽ ട്രെയിനിങ്ങിൽ പോവുകയാണ്. പക്ഷെ അഗുന് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട് കാര്യം. ഷോപ്പിങ്ങും എല്ലാം കൂടെയൊക്കെ ആയപ്പോൾ അവനെ കൊണ്ടിട്ടാണ് നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. ആൾക്ക് അറിയാം. പക്ഷെ എന്തോ ആൾ ഓക്കെയാണ്. അച്ഛൻ്റെയും അമ്മേൻ്റെ, എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്ത് ആക്കിയിട്ടാണ് പോകുന്നത്. അവിടെ ആൾ ഓക്കെയാണ് എന്നുള്ളൊരു ധൈര്യത്തിലാണ് ഞാൻ പോകുന്നത്. അങ്ങനെ ഇതാ ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറിയിട്ടുണ്ട്. വിൻഡോ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ചിലപ്പോഴൊക്കെ ഇതുപോലെ ആയിരിക്കില്ല, നമ്മൾ വിചാരിക്കാത്തതായിരിക്കും ചിലപ്പോൾ വന്ന്. അങ്ങനെ ഒരു ഉറക്കത്തൊക്കെ ശേഷം ഇതാ നമ്മൾ തായ്ലൻഡ് എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. രാവിലെ ഒരു 8:30 ആകുമ്പോൾ എത്തുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടൈമൊന്നും എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ നമ്മളിതാ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി റൂം പോയി ഫ്രഷ് ആവാനുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുണ്ട്. അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ബൈ. ചാനൽ ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യണേ.